സുപ്രധാന സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ച് സൗദിയും പാകിസ്ഥാനും. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശന വേളയിലാണ് പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ദേശീയ സുരക്ഷയെ ബാധിക്കുമോ എന്ന് പഠിക്കുമെന്ന് ഇന്ത്യ പ്രതികരിച്ചു. സുപ്രധാനമായ പ്രതിരോധ കരാറിലാണ് സൗദിയും പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും റിയാദിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം സൈനിക സഹകരണ മേഖലയിലും സുരക്ഷാ മേഖലയിലുമുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ആക്രമണങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കുക എന്നതാണ് പുതിയ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് തങ്ങൾക്ക് നേരെ കൂടിയുള്ള ആക്രമണമായി കണക്കാക്കി നേരിടാനാണ് തീരുമാനം. അതേസമയം സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള നിർണായക കരാറിനെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ സൗദി പാക് കരാർ എന്നതിനെക്കുറിച്ച് പഠിക്കുമെന്നാണ് കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഇന്ത്യ പാക് സംഘർഷമുണ്ടായാൽ പുതിയ കരാർ പ്രകാരം സൗദിയുടെ നിലപാടെന്തായിരിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഇന്ത്യയുമായി ഉറ്റബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് സൗദി. കഴിഞ്ഞ ഏപ്രിലിൽ സൗദി സന്ദർശിച്ച നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന നിരവധി കരാറുകളിൽ സൗദി ഒപ്പുവെച്ചിരുന്നു. സൗദിയിലും ഇന്ത്യയിലും സംയുക്ത സൈനികാഭ്യാസങ്ങളും നടക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് പ്രവാസികൾ സൗദിയിൽ കഴിയുന്നു എന്നതിനു പുറമെ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരിൽ ഒന്നാണ് സൗദി. അതുകൊണ്ട് തന്നെ സൗദി പാക് കരാർ സൗദി ഇന്ത്യ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.